നല്ല ചൂട് പഴംപൊരിയും കട്ടൻ ചായയും കിട്ടിയാലോ? ആർക്കല്ലേ വേണ്ടാത്തത്? എന്നൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ബൗളിൽ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 സ്പൂൺ പഞ്ചസാര, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ അധികം തിക്കായിട്ട് പോവാനും പാടില്ല, എന്നാലോ അധികം ലൂസായിട്ട് വരാനും പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഞാനിവിടെ 3 പഴമാണ് എടുക്കുന്നത്. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാൻ ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഓരോ പീസ് പഴം എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അറ്റ് എ ടൈം എത്ര പാനിൽ കൊള്ളുമോ അത്രയും നമുക്ക് പൊരിച്ചെടുക്കാം. അതാകുമ്പോൾ പണി ഈസി ആയല്ലോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്യുക. അറഞ്ചം പുറഞ്ചം മറിച്ചിട്ട് വേവിച്ചെടുക്കാം. കരിയാണ്ട് ശ്രദ്ധിക്കുക. കൂടെ ചായ കാച്ച് നമ്മുടെ ഈവനിങ് പഴംപൊരിയോടൊപ്പം ചായയോടൊപ്പം എൻജോയ് ചെയ്യാം. ലൈഫിൽ എന്തൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുക, ലൈഫിനെ ആസ്വദിക്കുക. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ലേ? എന്നാൽ പിന്നെ എന്തിനായിരിക്കുന്നത്? തയ്യാറാക്കി കഴിക്കുക. അപ്പം ഗുഡ് ഈവനിങ്, ബൈ.